Friends, welcome to the channel. Goodhappenshere channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു Mobiwikന്റെ ഒരു പുതിയ ഫീച്ചറാണ്. ആക്ച്വലി പുതിയതെന്ന് പറഞ്ഞാൽ കുറച്ച് സമയമായിട്ടുണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ടാവില്ല. ആക്ച്വലി അവർ ഒരു സെലക്റ്റഡ് ആൾക്കാർ വെച്ചിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് വേറെ ഒന്നുമല്ല, Mobiwik പേ ലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് ഒരു 1 month കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ രീതിയിൽ പേ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ആക്ച്വലി ഇവർ തുടങ്ങിക്കുന്നത്. അതിനിപ്പോൾ നമുക്കിപ്പോൾ ഇവരുടെ Mobiwikലെ എക്സ്ട്രാ പരിപാടി എന്ന് വെച്ചാൽ നമുക്കൊരു അമേരിക്കൻ എക്സ്പ്രസിൻ്റെ ഒരു വെർച്വൽ ഡെബിറ്റ് കാർഡും കിട്ടുന്നതായിരിക്കും. ഡെബിറ്റ് കാർഡ് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതും കിട്ടും. വേണമെങ്കിൽ നമുക്ക് പേ ലേറ്റർ അക്കൗണ്ടും കിട്ടും. വെച്ചപ്പോൾ നമ്മുടെ വാലറ്റിൽ ഓൾറെഡി ഒരു എമൗണ്ട് വരും. നമ്മുടെ ക്രെഡിറ്റ് സ്കോർ വെച്ചിട്ട് തന്നെ ഒരു എമൗണ്ട് ഓൾറെഡി ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ നമുക്കത് വെച്ച് പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ ഇവരുടെ ഈ വാലറ്റ് എന്ന് പറഞ്ഞാൽ മിക്ക എല്ലാത്തിലും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഇത് പറഞ്ഞാൽ നമ്മുടെ ഈ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് നിങ്ങൾക്ക് കണ്ടിരിക്കാം. അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് അതിൻ്റെ വാലിഡിറ്റി നമ്മൾ ഈ സെയിം വാലിഡിറ്റിയുടെ അല്ല സെയിം ലിമിറ്റ് ആയിരിക്കും. ക്രെഡിറ്റ് കിട്ടുന്നതിൻ്റെ അതേ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാർഡ് വെർച്വലി എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഏതിൽ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 2% 1% ക്യാഷ് ബാക്കുകളും ഉണ്ട് അതിന് ഓഫറായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ യൂസ് ചെയ്യാം, അതിപ്പോൾ Mobiwikന്റെ ആപ്പിൽ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡയറക്റ്റ് മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് Mobiwik ആപ്പ് എടുക്കാം. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ ആപ്പാണ്, നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. നമുക്ക് ഏകദേശം ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു കമ്പനിയായിട്ട് ഏകദേശം വരും തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും എനിക്ക് തോന്നാൻ ഓർമ്മ. പിന്നെ എന്താ എൻ്റെ ഇവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട് 4000. ഇതിൽ 5000 എൻ്റെ ഓൾറെഡി പേ ലേറ്റർ ലിങ്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സ്പെൻഡ് ആൻഡ് പേ ലേറ്റർ എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. സ്വിഗ്ഗിയിൽ എല്ലാത്തിലും ഉപയോഗിക്കാം നമുക്കിത്. പിന്നെ ഇത് അവിടെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് വരുന്നുണ്ട്. പിന്നെ എൻ്റെ ഇവിടെ സിപ്പ് ബാലൻസ് ഇവരുടെ പേര് പറയുന്നത് സിപ്പ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പേ ലേറ്ററിൻ്റെ ഒരു പേര് പറയുന്നത് സിപ്പ് എന്നാണ്. അപ്പോൾ ഈ Mobiwikന്റെ ഈ അമേരിക്കൻ എക്സ്പ്രസ് കാർഡും കിട്ടും നമുക്കിത് ചെയ്യുമ്പോൾ. പിന്നെ അതിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ OTP ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പറയാം. ഞാൻ ഇപ്പോൾ എന്തായാലും കാർഡായ കാരണം ഉള്ളിൽ കയറുന്നില്ല. നമുക്ക് ഇവിടേക്ക് പോവാം. ആദ്യം സിപ്പിലേക്ക് നമുക്ക് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെതാണ് കാണുന്നത്. ഞാൻ ഇപ്പോൾ 249 rupees ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം 2900 ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുത്ത ശേഷമാണ് ബാക്കിയുള്ളതാണ് കാണുന്നത്. നമുക്കിതിപ്പോൾ സൊമാറ്റോയിൽ, സ്വിഗ്ഗിയിൽ, ഗ്രോസറിൽ എല്ലാത്തിലും ഉപയോഗിക്കാം. 1mg, ജിയോ മാർട്ടിൽ, അതുപോലെ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ എല്ലാത്തിലും ഉണ്ട് കേട്ടോ. IRCTC ഉണ്ട്. അപ്പോൾ എല്ലാത്തിലും ഉപയോഗിക്കാം. നമുക്കൊരു നല്ല സംഭവം തന്നെയാണ്. ഇതും വന്നിട്ട് പറഞ്ഞപ്പോൾ പോലെ 1 monthൻ്റെ അപ്പോൾ നമുക്കൊരു ഡേയ്സ് കിട്ടും നമുക്ക് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല പരിപാടി തന്നെ. ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക് എസ്പെഷ്യലി അത് നല്ലതായിരിക്കും. പിന്നെ ഓട്ടോ സിപ്പ് വേണമെങ്കിൽ ഓണാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബാലൻസ് കഴിഞ്ഞാൽ നമുക്കൊരു UPIയോ അതോടെ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാലൻസ് കയറിക്കൊണ്ടിരിക്കും. അത് വേണമെങ്കിൽ ഓണാക്കി ഓഫൊക്കെ ചെയ്യാൻ വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ക്ലിയർ യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. പിന്നെ ഞാൻ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിന് എന്തായാലും ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി പിൻ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റി പിൻ കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടോ ഇതാണ് നമ്മുടെ Mobiwik ബ്ലൂ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എന്നാണ് അതിൻ്റെ പേര്. ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമുക്കിവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ OTPയും കാർഡ് നമ്പറൊക്കെ വരും. ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ പേര് കാർഡിലൂടെ വരുന്നുണ്ട്. ഇത് വിർച്വൽ കാർഡാണ് കേട്ടോ. നമുക്കിത് കിട്ടില്ല. പിന്നെ അതിൻ്റെ ഓഫേഴ്സ് ഉണ്ട്. 1%, 2%, അതുപോലെ ഇതിന് ഓഫറുണ്ട്. നമുക്ക് റീചാർജ് ചെയ്യുമ്പോൾ, അതുപോലെ സൊമാറ്റോ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ തന്നെയൊക്കെ ഓഫർ വ്യത്യാസമുണ്ട്. പിന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഞാൻ ഇവിടെ യൂസ് ചെയ്തതിൻ്റെ ഇവിടെ കാണും. നിങ്ങൾക്ക് സൂപ്പർ ക്യാഷ് എന്ന് പറയുന്നത് നമുക്ക് ക്യാഷ് ബാക്ക് വരുന്ന സംഭവങ്ങളാണ് ഇതിവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ വാല്യൂ ബാലൻസ് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ട് വാല്യൂ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് ഈ സാധനം എവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഈ സാധനം അതിലൂടെ ഉപയോഗിക്കാം. ക്യാഷ് ബാക്കുകളും കിട്ടും. അപ്പോൾ നല്ലൊരു പരിപാടിയാണ് ആക്ച്വലി. അപ്പോൾ ഇതും നമുക്കിപ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഇവരുടെ ഒരു ഇവിടെ ഉണ്ടോ സിപ്പ് ഓർ പേ ലേറ്റർ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നേരത്തെ വന്ന പോലെയാണ് വരിക. പക്ഷേ ആക്ച്വലി സ്റ്റെപ്സ് എന്താ വെച്ചാൽ വരികയെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് അവർ പാൻ കാർഡ് ചോദിക്കും. ഇതിപ്പോൾ എൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കാണിക്കുന്നതാണ് പേ ചെയ്യണമെന്ന്. അപ്പോൾ എന്തായാലും എൻ്റെ ഇപ്പോൾ ഈ എമൗണ്ട് ആയിട്ടില്ല, ഡ്യൂ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പേ ചെയ്യുന്നില്ല. അപ്പോൾ ആക്ച്വലി സംഭവം ഇതാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ അവരെ പാൻ കാർഡ് ചോദിക്കും. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കുറച്ച് കൊടുക്കണം. പേര്, അതുപോലെ അഡ്രസ്സ്, പിൻ കോഡ് കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ ചോദിക്കും. ആധാറിലേക്ക് OTP വരും. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേ ലേറ്റർ ഒരു 1 minute ഉള്ളിൽ തന്നെ ആക്ടിവേറ്റ് ആവും. പിന്നെ വേറെ പ്രത്യേകിച്ചുള്ള പരിപാടികളൊന്നുമില്ല. എത്ര തന്നെ ഉള്ളൂ, എല്ലാം സെയിം തന്നെയാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേ ലേറ്റർ ആക്ടിവേറ്റ് ആയി. പിന്നെ നമുക്ക് അമേരിക്കൻ ബ്ലൂ ചിപ്സ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വേറെ അതിൻ്റെ ഓപ്ഷൻ കണ്ടു. ഫൈനാൻഷ്യൽ സർവീസിൽ ബ്ലൂ കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് ബ്ലൂ കാർഡ് ഇതുപോലെ ആക്ടിവേറ്റ് ചെയ്യാം. പേ ലേറ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആക്ടിവേറ്റ് ചെയ്യുന്ന ഉള്ളിൽ കയറിയാൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ.
അപ്പോൾ ഇത് നമുക്ക് ഒരു എക്സ്ട്രാ പേയ്മെൻറ്റ് ഇതായിട്ട് നോക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നോക്കുക കേട്ടോ. ഓൺലൈൻ ചെയ്യുന്നവർക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്നു. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഫാമിലീസിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഒന്ന് കൂട്ടാൻ നമുക്ക് വലുതാക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.